അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യുക. കാരണം തഖ്വയാണ് ഏറ്റവും വലിയ സമ്പാദ്യം. നിങ്ങളിലെ ഏറ്റവും യോഗ്യൻ, സമർത്ഥനും ബുദ്ധിമാനും സ്വന്തം നഫ്സിനെ നിയന്ത്രിച്ചു നിർത്തി പരലോക ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള ജോലിയിൽ ഏർപ്പെടുന്നവനാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്നും പ്രകാശം സ്വീകരിച്ചു കൊള്ളുക. കാരണം ഖബറിൻ്റെ ഇരുളിന് പരിഹാരം അള്ളാഹുവിൽ നിന്ന് കിട്ടിയ പ്രകാശമാണ്. നിങ്ങൾ ഓരോരുത്തരും ഭയപ്പെടണം. ഈ ലോകത്ത് അള്ളാഹു തആല കണ്ണിന് കാഴ്ച തന്നു. അതിലൂടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കാണാനും അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അന്ധരായിട്ടായിരിക്കും ഖിയാമത്ത് നാളിൽ പുനർജീവിപ്പിക്കപ്പെടുക. ഈ ലോകത്ത് കണ്ണ് ലഭിച്ചവർ അതിലൂടെ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളെ കാണേണ്ടവരാണ്. അത് കണ്ടറിഞ്ഞ് അള്ളാഹുവുമായി അടുക്കേണ്ടവരാണ്. അള്ളാഹുവിൻ്റെ അനുസരണയിൽ ജീവിക്കേണ്ടവരാണ്. അല്ലാത്തവർ ഒരു പക്ഷേ കാഴ്ചയില്ലാത്തവരായിട്ടായിരിക്കും ഖിയാമത്തിൽ പുനർജീവിപ്പിക്കപ്പെടുക. നിങ്ങൾ നന്നായി മനസ്സിലാക്കണം, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എങ്കിൽ ഈ ലോകത്തൊന്നിനെയും ഭയക്കാനില്ല. ആരെങ്കിലും അള്ളാഹുവിൻ്റെ വഴിയിലല്ല ജീവിക്കുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ വഴിയിലല്ല ജീവിക്കുന്നതെങ്കിൽ അവന് പിന്നെ പ്രതീക്ഷയുടെ മാർഗം ഏതാണുള്ളത്? ആരിലാണ് അയാൾ അവലംബം കാണുക? ആരെയാണ് അയാൾ ആശ്രയിക്കുക? മനുഷ്യരെ, നിങ്ങൾ മനസ്സിലാക്കണം, മലക്കുൽ മൗത്ത് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ ജനിച്ചു വീണ ദിവസം മുതൽ നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളോടൊപ്പമുണ്ട്. ഇതുവരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളെയും വിട്ട് മറ്റുള്ളവരിലേക്കാണ് അയാൾ പോയിക്കൊണ്ടിരുന്നത്. ഇനി ഒരു ദിവസം മറ്റുള്ളവരെ എല്ലാം ഒഴിവാക്കി നിങ്ങളുടെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വന്നെത്തും. നിങ്ങളായിരിക്കും അന്ന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് വളരെ ജാഗ്രത പാലിക്കണം, വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കണം. മരണത്തിന് വേണ്ടി, മലക്കുൽ മൗത്തിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ തയ്യാറായി നിൽക്കണം. നിങ്ങൾ മലക്കുൽ മൗത്തിൻ്റെ കാര്യം മറന്നു പോവുകയേ ചെയ്യരുത്. കാരണം അദ്ദേഹം, ആ മലക്ക് നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളെക്കുറിച്ച് കൃത്യമായ ഓർമ്മ ആ മലക്കിനുണ്ട്. നിങ്ങൾ ആ മലക്കിനെ മറന്നു കളയരുത്. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സിനെ മറന്നു മരണത്തിന് വേണ്ടി തയ്യാറായില്ല എങ്കിൽ ആലോചിച്ച് നോക്കണം, പിന്നെ ആരാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാവുക? നിങ്ങളുടെ പരലോക ജീവിതത്തിൻ്റെ സന്തോഷത്തിനും സുരക്ഷയ്ക്കും വേണ്ടി തയ്യാറാകേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ, അഥവാ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി അത് ചെയ്യുന്നില്ല എങ്കിൽ മറ്റൊരാളും അത് ചെയ്യില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ലോകത്ത് നിന്നും നമ്മൾ വേർപെട്ടു പോയേ പറ്റൂ. അള്ളാഹുവിൻ്റെ ലിഖാ ഇല്ലാതെ, അള്ളാഹുവിനെ കണ്ടുമുട്ടാതെ ആർക്കും നിർവാഹമില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരവർക്ക് കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ട, മറ്റാരും അത് ഏറ്റെടുക്കുകയുമില്ല. അല്ലാഹു തആല ഈ ലോകത്തിലെ വസ്തുക്കൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ആ വസ്തുക്കൾ ഉപയോഗിച്ച് പരലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനാണ്. സമ്പത്ത് തന്നത് അത് നന്മയുടെ വഴിയിൽ ചെലവഴിച്ച് അതിലൂടെ സ്വർഗീയമായ സന്തോഷങ്ങൾ നേടിയെടുക്കാനാണ്. ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ മുഴുകി ഇവിടെ തന്നെ കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഈ വസ്തുക്കൾ, ലൗകികമായ വിഭവങ്ങളും ഐശ്വര്യങ്ങളും അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ലോകം അവസാനിക്കും, പരലോകം ഒരിക്കലും അവസാനിക്കുകയുമില്ല. ഈ ഭൗതിക ലോകം, താൽക്കാലിക ലോകത്തിന് വേണ്ടി നിങ്ങളുടെ സമയങ്ങൾ ചെലവാക്കിയിട്ട് എന്നെന്നും നിലനിൽക്കുന്ന പരലോകത്തെ നിങ്ങൾ മറന്നു കളയരുത്. എന്നും നിലനിൽക്കുന്നതിന് നിങ്ങൾക്ക് മുൻഗണന നൽകും, നശിച്ചു പോകുന്നതിനേക്കാൾ. അള്ളാഹുവിനെ തഖ്വ ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിൻ്റെ തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും നിങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന പരിചയമാണ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്
കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള മാർഗവുമാണ്. കാലത്തിൻ്റെ അവസ്ഥകൾ മാറി മാറി വരുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എല്ലാ കാലത്തും ഒരേ അവസ്ഥയിലായിരിക്കില്ല നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റ് കാര്യങ്ങളൊന്നും. നിങ്ങൾ ഒന്നായി നിൽക്കണം, സംഘടിതമായി നിൽക്കണം. നിങ്ങൾ പല ഗ്രൂപ്പുകളായി വിഘടിച്ചും പിരിഞ്ഞും പോകരുത്. ശേഷം വിശുദ്ധ ഖുർആനിലെ ആയത്ത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. നിങ്ങൾ ഓർത്തു നോക്കണം അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച്. നിങ്ങൾ ശത്രുക്കളായി പല ചേരികളിലായി നിന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഇണക്കിച്ചേർത്തതും നിങ്ങളൊന്നായി മാറിയതും സഹോദരങ്ങളായി മാറിയതും അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് എന്ന ആയത്ത് അദ്ദേഹം സാന്ദർഭികമായി പാരായണം ചെയ്യുകയും ചെയ്തു.